السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب ولجميع المؤمنين والمؤمنات. പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, മഹദി ആയിഷ ബീവിയെ വ്യഭിചാരാരോപണം നടത്തപ്പെട്ട സംഭവം നമ്മൾ വിവരിച്ചു. അതിലകപ്പെട്ട എല്ലാ ആളുകൾക്കും ശിക്ഷയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയായ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂൽ, അവനാണത് വ്യാപിപ്പിച്ചത്, ആകെ പരത്തിയത്. അവനിക്ക് ഗൗരവപ്പെട്ട ശിക്ഷ നരകത്തിൽ അകപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല നൽകും എന്നൊക്കെ പറഞ്ഞു. ഇനി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഉസ്ബത്തിനെ, ഈ ഇഫ്കിന്റെ സംഭവത്തിൽ ആയിഷ ബീവിയെ ഖദ്ഫ് പറയുന്നതിൽ അകപ്പെട്ട ആ ഉസ്ബത്തിനെ, ആ സംഘത്തെ അല്ലാഹു തആല തൗബീഖ് നടത്തുകയാണ്, പേടിപ്പിക്കുകയാണ്, അവരെ ആക്ഷേപിക്കുകയാണ്, മേലിൽ ഇത് ആവർത്തിക്കലിനെ തൊട്ട് തടയുകയുമാണ്. ലൗല ഇത് സമീഅ്തുമൂഹു, അവിടുന്നല്ലേ ലൗല. ഈ ലൗല എന്ന പദം ഇനി പല ആയത്തുകളിലും അല്ലാഹു തആല ആവർത്തിക്കുന്നുണ്ട്. ലൗല എന്ന പദം തഹ്ലീലിനിക്ക് വരും, പ്രേരിപ്പിക്കാൻ, പ്രോത്സാഹനം നൽകാൻ. ലൗല തഅ്തീന, നീ എന്തുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് വരുന്നില്ല? നിനക്ക് വന്നൂടെ, നീ വരണം എന്ന അർത്ഥത്തിനിക്ക് ലൗല ഉപയോഗിക്കാറുണ്ട്. അത് മുളാരിയിൽ പ്രവേശിക്കുമ്പോഴാണ്, മുളാരിയായ ഫീലിൽ ലൗല പ്രവേശിക്കുമ്പോഴാണ് തഹ്ലീലിന്റെ അർത്ഥം വരിക. നേരെ മറിച്ച് ലൗല മാദിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അപ്പോ ഭീഷണിയാണ്, പേടിപ്പിക്കലാണ്, തൗബീഖാൻ. അതാണ് ഇവിടെ വരുന്നത്, മാദിയിലാണ് പ്രവേശിക്കുന്നത്. ഇങ്ങനെ തൗബീഖിനിക്ക് വരുമ്പോ ഹല്ല എന്ന് തഫ്സീർ എടുക്കും. ഇനി ലൗല ഇസ്മിയായ ജുംലകളിൽ പ്രവേശിക്കും, അങ്ങനെയും വരുന്നുണ്ട്. ഇന്നലെ അങ്ങനെയൊന്ന് വന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ ഒന്ന് വന്നല്ലോ. ലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അല്ലാഹു തആലാന്റെ മഹത്തായ ഔദാര്യവും അവന്റെ റഹ്മത്തും ഉണ്ടായിരുന്നില്ലെങ്കിൽ അല്ലാഹു തആല പെട്ടെന്ന് തന്നെ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. കാര്യത്തിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തിയിട്ട് പെട്ടെന്ന് തന്നെ ശിക്ഷിക്കുമായിരുന്നു. പക്ഷെ അല്ലാഹു തആലാന്റെ റഹ്മത്തും ഔദാര്യവും ഫദ്ലും ഉണ്ടായതുകൊണ്ട് ശിക്ഷിച്ചില്ല. ലൗല ഇസ്മിയായ ജുംലയില, ലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ഇസ്മിയായ ജുംലയാണ്. ഇങ്ങനെ ഇസ്മിയായ ജുംലയിൽ പ്രവേശിക്കുന്ന സമയത്ത് ലൗലയുടെ അർത്ഥം ലൗല ഇംതിനാഇനിക്കാണ് എന്നാണ് പറയുക. ഇത് ഉണ്ടായിരുന്നില്ലെങ്കിൽ അതുണ്ടാകുമായിരുന്നു, പക്ഷെ ഇതുണ്ടായതുകൊണ്ട് അതുണ്ടായില്ല എന്ന അർത്ഥത്തിനിക്ക്. നല്ല മഴ ലഭിച്ചിരുന്നുവെങ്കിൽ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവുമായിരുന്നില്ല. പക്ഷെ നല്ല മഴ ലഭിച്ചില്ല, അതുകൊണ്ട് ക്ഷാമമുണ്ടായി. ഈ രീതിയിലൊക്കെ ഉപയോഗിക്കാനാണ് ലൗല ഇസ്മിയായ ജുംലയിൽ പ്രവേശിപ്പിക്കുക. ഇവിടെ തൗബീഖിനിക്കും ഇംതിനാഇനിക്കും അല്ലാഹു തആല ഉപയോഗിക്കുന്നുണ്ട്. കിതാബിലേക്ക് നോക്കൂ. ലൗല ഇദ് സമീഅ്തുമൂഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്. ലൗലയുടെ മദ്ഖൂൽ ലന്ന എന്ന മാദിയായ ഫീലാണ്. ആ മാദിയുടെ ലർഫ് മഫ്ഊൽ ഫിഹിയാണ്
ഇത് സമീഅത്തുമൂഹു. ലൗല ഇത് സമീഅത്തുമൂഹു. ആയിഷ ബീവിയെ വ്യഭിചാരോപണം നടത്തിയ ആളുകളെ, ഉസ്ബത്തെ, സംഘമെ, നിങ്ങൾ കേട്ട സമയത്ത്, ഇത് ഹീന സമീഅത്തുമൂഹു, ഇതിന്റെ അർത്ഥം ഹീന സമീഅത്തുമൂഹു, നിങ്ങൾ കേട്ട സമയത്ത് ലൗലാ വന്ന എന്നാണ് അർത്ഥം. നിങ്ങൾ കേട്ട സമയത്ത്, ആ ഇഫ്കിന്റെ സംഭവം, ആ ഖദ്ഫ് നിങ്ങൾ കേട്ട സമയത്ത് ലൗലാ വന്നൽ മുഅ്മിനൂന, എന്തുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ വിചാരിച്ചില്ല, വൽ മുഅ്മിനാത്തു, സത്യവിശ്വാസിനികളായ സ്ത്രീകളും എന്തുകൊണ്ട് വിചാരിച്ചില്ല, ബി അൻഫുസിഹിം, അവരെക്കുറിച്ച്, ഐ ലന്ന ബഅലുഹും ബി ബഅലിൻ, ബഅല് മുഅ്മിനീങ്ങളിൽപ്പെട്ട ബഅലിനെ കുറിച്ച് വിചാരിച്ചില്ല, ഖൈറൻ, നല്ലത് വിചാരിച്ചില്ല. ഒരു മുഅ്മിനായ മനുഷ്യനെ പറ്റിയിട്ട് ഒരു ആരോപണവും പരാതിയും വരുമ്പോ വിശ്വാസി എന്ന നിലക്ക് അദ്ദേഹത്തിൽ നിന്നും അത് ഉണ്ടാവില്ല, ഇവനിക്ക് പിഴവ് പറ്റിയതായിരിക്കും എന്ന് ഒരു മുഅ്മിനെ കുറിച്ച് നിങ്ങൾക്ക് ഹുസ്നുൽ തന്നല്ലേ വേണ്ടത്, നല്ല ചിന്തയല്ലേ വേണ്ടത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ വിചാരിച്ചില്ല? അല്ലാഹു തആല ആക്ഷേപിക്കുകയാണ്, തൗബിഖിനിക്ക, ലൗല വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും എന്തുകൊണ്ട് വിചാരിച്ചില്ല, ബി അൻഫുസിഹിം, അവരെ കുറിച്ച്, അഥവാ മുഅ്മിനീങ്ങളിൽ ബഅലിനെ കുറിച്ച്, മുഅ്മിനീങ്ങൾ അവരെ കുറിച്ച് എന്തുകൊണ്ട് വിചാരിച്ചില്ല, ഖൈറൻ, നല്ല ചിന്ത, നല്ലത് വിചാരിച്ചില്ല. കേൾക്കുമ്പോൾ തന്നെ നല്ലതല്ലേ വിചാരിക്കേണ്ടത്. കേൾക്കുമ്പോൾ നല്ലത് വിചാരിച്ചില്ല എന്ന് മാത്രമല്ല, ദുഷിച്ച ചിന്ത നിങ്ങൾ മനസ്സിൽ വെച്ചു, അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? വഖാലു, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പറയുകയും ചെയ്തില്ല, ലൗലാ ലന്ന അതിമുഖഫ്, മുഅ്മിനീങ്ങള് എന്തുകൊണ്ട് നല്ലത് വിചാരിച്ചില്ല, വഖാലു, അവരെന്തുകൊണ്ട് പറയുകയും ചെയ്തില്ല, ഹാദാ ഇഫ്കും മുബീൻ, ഈ ആയിഷ ബീവിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല, ഹാദാ, ഇത്, ഈ കേൾക്കുന്നത്, ആയിഷ ബീവി സ്വഫാൻ റളിയല്ലാഹു അൻഹുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു എന്ന് ഈ കേൾക്കുന്ന ഈ സംഭവം ഇഫ്കും മുബീനുൻ, വ്യക്തമായ കളവാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? എന്തുകൊണ്ടാ മുഅ്മിനീങ്ങൾ പറഞ്ഞില്ല? ഇഫ്കും മുബീനുൻ കദിബുൻ ബയ്യിനുൻ, ഇഫ്കിന്റെ അർത്ഥം കദിബ്, മുബീനുൻ എന്ന് പറഞ്ഞാൽ ബയ്യിനുൻ, വ്യക്തമായ കള്ളമാണ് എന്നെന്തുകൊണ്ട് നിങ്ങൾ ഈ സംഭവം കേട്ട മാത്രയിൽ തന്നെ പറഞ്ഞില്ല? ഫിഹി ഇൽത്തിഫാത്തുൻ അനിൽ ഖിതാബി, ഈ ആയത്തിൽ ഇൽത്തിഫാത്ത് ഉണ്ട്, അനിൽ ഖിതാബി, ഖിതാബിനെ തൊട്ട് ഗൈബത്തിലേക്ക് ഇൽത്തിഫാത്ത് ഉണ്ട്. സമീഅത്തും, സമീഅത്തുമൂഹു എന്നിടത്ത് സമീഅത്തും മുഖാത്തബിന്റെ ളമീറാണല്ലോ, സമീഅത്ത, സമീഅത്തുമാ, സമീഅത്തും, നിങ്ങൾ കേട്ട സമയത്ത്. അതേ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ എന്ത് പറയണം? വനൻതും, നിങ്ങൾ എന്തുകൊണ്ട് വിചാരിച്ചില്ല, നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വിചാരിച്ചില്ല എന്നാണ് പറയേണ്ടത്. ഖിതാബിന്റെ ളമീർ തന്നെയാണ് അവിടെയും, ഖിതാബിന്റെ സീഗ തന്നെയാണ് പ്രയോഗിക്കേണ്ടത്. അങ്ങനെ പ്രയോഗിക്കാതെ അവിടെ അല്ലാഹു തആല ഗായിബിന്റെ സ്ഥാനത്തുള്ള ലാഹിറായ ഇസ്മിലേക്ക് മടങ്ങി ഗായിബിന്റെ സീഗയാണ് കൊണ്ടുവന്നത്. ഇങ്ങനെ ട്രാക്ക് മാറ്റുന്നതിനേക്കാണ് ഇൽത്തിഫാത്ത് എന്ന് പറയുക. ഫിഹി, ഈ ആയത്തിലുണ്ട് ഇൽത്തിഫാത്തുൻ, ട്രാക്ക് മാറ്റലുണ്ട്. അനിൽ ഖിതാബി, ഖിതാബിൽ നിന്ന് ഇലൽ ഗൈബത്തി, ഗൈബത്തിലേക്ക് ട്രാക്ക് മാറ്റി. ഇൽത്തിഫാത്തില്ലായിരുന്നുവെങ്കിൽ എങ്ങനെ പറയണം? ഐ ലനൻതും അയ്യുഹൽ ഉസ്ബ, ഏ സംഘമേ, ഖദ്ഫിൽ അകപ്പെട്ട സംഘമേ, നിങ്ങൾ ഈ സംഭവത്തെ കേട്ട ഉടനെ, ഇത് സമയത്തും, ഹീന സമയത്തും, നിങ്ങൾ കേട്ട സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് വിചാരിച്ചില്ല, നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല, വകുൽത്തും, നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല, ഇത് കള്ളമാണ്, പച്ചക്കള്ളമാണ്, എന്തുകൊണ്ട് പറഞ്ഞില്ല? ലൗലാ ജാഉ, ഇങ്ങനെയായിരുന്നു പറയേണ്ടത്. അത് പറയാതെ ഒന്ന് തംബീഹിനിക്ക്, ഒന്ന് ട്രാക്ക് മാറ്റിയപ്പോൾ ഒന്നും കൂടെ എന്താണ് അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് ശൈലി മാറിയത് എന്നൊന്നും കൂടെ ചിന്തിക്കാൻ വേണ്ടിയിട്ട്, ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇൽത്തിഫാത്ത് പറയുന്നത്. പല കാരണങ്ങൾക്കുണ്ടാവാറുണ്ട്. വീണ്ടും അല്ലാഹു തആല പറയുക, ലൗലാ ജാഉ, എന്തുകൊണ്ടാ ഉസ്ബത്ത്, ആ സംഘം കൊണ്ടുവന്നില്ല, അലൈഹി, അവർ ആരോപിക്കുന്ന ആരോപണത്തിന്റെ മേൽ,
ഈ വ്യഭിചാരാരോപണത്തിന്റെ മേൽ എന്തുകൊണ്ട് അവർ കൊണ്ടുവന്നില്ല? ബി അർബഅത്തി ശുഹദാ, ആ 4 സാക്ഷികളെ കൊണ്ടുവന്നില്ല. ഷാഹദൂഹു, ഈ വ്യഭിചാരത്തിന് സാക്ഷികളായ 4 സാക്ഷികളെ എന്തുകൊണ്ട് അവർ കൊണ്ടുവന്നില്ല? ആരോപണം നടത്തിയാൽ മതിയോ? ആയിഷ ബീവിയും സൊഫ്വാൻ തങ്ങളും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും വ്യഭിചരിച്ചു എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുമ്പോ അവൻ അതിന് വ്യക്തമായ തെളിവ് കൊണ്ടുവരണ്ടേ? വ്യഭിചാരം കോടതിയിൽ തെളിയിക്കണ്ടേ? തെളിയിക്കണമെങ്കിൽ 4 സാക്ഷികൾ വേണ്ട. എന്തുകൊണ്ട് അവർ 4 സാക്ഷികളെ കൊണ്ടുവന്നില്ല? ലൗല ഹല്ല ജാഉ, ആ സംഘം എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? അലൈഹി, ഈ ആരോപണത്തിനിക്ക് ബി അർബഅത്തി ശുഹദാ, വ്യഭിചാരത്തിന് സാക്ഷികളായ 4 സാക്ഷികളെ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? വെറുതെ അങ്ങ് ആരോപണം ഉന്നയിക്കല എന്നാണ് അല്ലാഹു തആല അവരെ ആക്ഷേപിക്കുന്നത്. ഫഇദ് ലം യഅതു ബിശുഹദാ, ഇവർ 4 സാക്ഷികളെ കൊണ്ടുവരാത്ത കാരണം കൊണ്ട്, ഫഉലൈക, അവർ കൊണ്ടുവരാത്ത കാരണം കൊണ്ട്, ഫഉലൈക, അക്കൂട്ടർ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ഐ ഫി ഹുക്മിഹി, അല്ലാഹുവിന്റെ ഹുക്മിൽ, ഹുമുൽ കാദിബൂന, അവരാണ് കള്ളന്മാര്, അവരാണ് കളവ് പറയുന്നവര്. ഫിഹി, ഈ വിഷയത്തിൽ അവരാണ് കളവ് പറയുന്നവര്. അല്ലാഹുവിന്റെ നിയമം അങ്ങനെയാണ്. വ്യഭിചാരം ആരോപിച്ച് 4 സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ലേ? ഒരുപക്ഷെ ആരോപണമാവണമെന്നില്ല. ആയിഷാബിയുടെ കേസിലല്ല, സാധാരണഗതിയിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടത്. വ്യഭിചരിക്കുന്നത് കണ്ടാലും കോടതിയിൽ ഒരാൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഹദ്ദടിക്കും. ആരോപണമായിട്ടാണ് അള്ളാഹുവിന്റെ ദുനിയാവിൽ അല്ലാഹു തആല നടപ്പാക്കിയിട്ടുള്ള ഹുക്മ്. പിന്നെ അവൻ കള്ളനല്ല എന്ന് സ്ഥാപിക്കണമെങ്കിൽ, ഈ വ്യക്തി, ആരോപിക്കപ്പെട്ട വ്യക്തി വ്യഭിചരിച്ചു എന്ന് സ്ഥാപിക്കണമെങ്കിൽ 4 ആള് സാക്ഷി നിൽക്കണം. 4 ആള് സാക്ഷി നിൽക്കാത്ത കാലത്തോളം ആരോപണം ഉന്നയിച്ച ആളുകളെ ഖദ്ഫ് പറഞ്ഞതിന്റെ പേരിൽ ഹദ്ദടിക്കപ്പെടും, 80 അടിക്കപ്പെടും. അത് അല്ലാഹു തആല പറയുന്നത്. ഫഇദ് ലം യഅതു ബിശുഹദായി, ആ ഉസ്ബത്ത് 4 സാക്ഷികളെ കൊണ്ടുവരാത്ത കാരണം കൊണ്ട്, ആ കൊണ്ടുവരാതിരുന്നപ്പോ, ഫഉലൈക, അവരാണ് ഇൻദല്ലാഹ്, അല്ലാഹു തആലയുടെ ഹുക്മിൽ, ഹുമുൽ കാദിബൂന, അവരാണ് കാദിബീങ്ങൾ. ഫിഹി, ഈ ഇഫ്കിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ കേസിൽ അവരാണ് കള്ളം പറയുന്നവര്. ഇനി അല്ലാഹു തആല ഇംതിനാഇയായ ലൗല വെച്ചിട്ട് സംസാരിക്കുന്നു. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അല്ലാഹു തആലയുടെ മഹത്തായ ഔദാര്യവും അല്ലാഹുവിന്റെ അപാരമായ റഹ്മത്തും നിങ്ങൾക്കുണ്ടായിരുന്നില്ല എങ്കിൽ, ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആലാന്റെ അനുഗ്രഹങ്ങളും ഔദാര്യവും നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ, ലമസ്സക്കും, നിങ്ങൾക്കെത്തുമായിരുന്നു, നിങ്ങളെ സ്പർശിക്കുമായിരുന്നു, ഫീമാ അഫൽത്തും, നിങ്ങൾ പ്രവേശിച്ച ഒരു ഇഫ്കിന്റെ കാരണം കൊണ്ട്. ഈ ഫീ സബബിയാക്കിയാൽ മതി. ഫീമാ അഫൽത്തും അയ്യുഹൽ ഉസ്ബ, ഏ സംഘമേ, നിങ്ങൾ പ്രവേശിച്ച ഒരു കാര്യത്തിന്റെ കാരണം കൊണ്ട് നിങ്ങൾക്ക് എത്തുമായിരുന്നു. അഫാല അഫൽത്തും എന്ന് പറഞ്ഞാൽ ഐ ഹുൽത്തും, ഫീമ, യാ ഒന്നിന്റെ കാരണം കൊണ്ട്. എങ്ങനെ തോന്നുന്നു? അഫൽത്തും ഫീഹി, ആ ഒന്നിൽ, ഹുൽത്തും ഫീഹി, ആ ഒന്നിൽ നിങ്ങൾ അനാവശ്യമായി പ്രവേശിച്ചു. തെറ്റായ രീതിയിൽ പ്രവേശിക്കുമ്പോഴാ ഖാല എന്ന് പറയുക. ഹുൽത്തും ഫീഹി, നിങ്ങൾ അതിൽ അനാവശ്യമായിട്ട് പ്രവേശിച്ചു. നിങ്ങൾ ഏതൊന്നിലാണോ അനാവശ്യമായിട്ട് തെറ്റായ രീതിയിൽ പ്രവേശിച്ച് ഇടപെട്ടത്, ആ ഒന്നിന്റെ കാരണം കൊണ്ട് നിങ്ങൾക്ക് അദാബ് എത്തുമായിരുന്നു, നിങ്ങൾക്ക് എത്തുമായിരുന്നു. അദാബുൻ അലീമുൻ ഫിൽ ആഖിറ, ആഖിറത്തില് കഠിനമായ അദാബ് നിങ്ങൾക്ക് എത്തുമായിരുന്നു. പക്ഷെ അല്ലാഹു തആലാന്റെ റഹ്മത്തും ഫദ്ലും ഉണ്ടായതുകൊണ്ടാണ് ആഖിറത്തിൽ നിങ്ങൾക്ക് ശിക്ഷ നൽകാത്തത്. ഇത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ഒഴികെയുള്ള ബാക്കിയുള്ള ആളുകളാ, അവർക്ക് ആഖിറത്തിൽ ശിക്ഷയില്ല. അല്ലാഹു തആല അവരുടെ തൗബ സ്വീകരിച്ചതുകൊണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മുനാഫിക്കായിട്ട് തന്നെ ചത്തുപോയതുകൊണ്ട് അവനിക്ക് ആഖിറത്തിൽ ശിക്ഷയുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. അല്ലദീ തവല്ലാ കിബ്റഹു ഇലൗല ഇംതിനാഇനിക. അപ്പൊ അല്ലാഹു തആലാന്റെ റഹ്മത്ത് ഉണ്ടായിരുന്നില്ല എങ്കിൽ, അള്ളാഹുവിന്റെ ഫദ്ല് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് ആഖിറത്തിൽ അദാബ് എത്തുമായിരുന്നു. ഏത് സമയത്ത്? ഇത് തലക്കൗനഹു, നിങ്ങൾ ആ സംഭവത്തെ, ആ കേസിനെ, ആ ആരോപണത്തെ, ആ കളവിനെ ഉദ്ധരിച്ച സമയത്ത് നിങ്ങൾക്ക് അദാബ് എത്തുമായിരുന്നു. ബി അൽസിനത്തിക്കും, നിങ്ങളുടെ നാവുകളെ കൊണ്ട് നിങ്ങൾ അതിങ്ങനെ ഉദ്ധരിക്കുകയാണ്. കേട്ടുകൊണ്ട് ഒരാളിൽ നിന്ന് കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുന്നു, എന്നിട്ട് മറ്റൊരാൾക്ക് അത് പകർന്നു കൊടുക്കുന്നു, ഷെയർ ചെയ്യുന്നു. യർവീഹി ബഅലുക്കും മിൻ ബഅലിൻ, ബഅലിനെ തൊട്ടത് റിപ്പോർട്ട് ചെയ്യുകയാണ്, ഉദ്ധരിക്കുകയാണ്. ആ ഉദ്ധരിക്കുന്ന സമയത്ത്, ആ ഉദ്ധരിച്ചതിന്റെ പേരിൽ
നിങ്ങൾക്ക് ആഖിറത്തിൽ അദാബത്തുമായിരുന്നു. തലക്കൗനഹു, തലക്ക യതലക്ക തതലക്ക എന്നാണ് ഫീല്. തതലക്ക തതലക്കയാനി തതലക്കൗന. ഇവിടെ വഹുദിഫ മിനൽ ഫിഅലി, ഈ ഫിഅലിൽ നിന്ന് കളയപ്പെട്ടു. ഇഹ്ദ താഇനി, രണ്ട് തായിൽ നിന്ന് ഒരു തായിനെ കളയപ്പെട്ടു. തഫഉൽ ബാബിന്റെ മുലാരിയുടെ തുടക്കത്തിൽ രണ്ട് താ വരുമ്പോൾ രണ്ടിനെയും നിലനിർത്തലും രണ്ടാലൊന്നിനെ കളയലും അനുവദനീയമാണ്. ഇവിടെ കളഞ്ഞിട്ടാ ഉപയോഗിച്ച്. തലക്കൗനഹു എന്നാണ് അസ്ലുണ്ടായിരുന്നത്. ഇത് തലക്കൗനഹു എന്നത് ഇത് മൻസൂബുൻ, ലർഫു മഫ്ഉൽ ഫീഹിയാണ്, മൻസൂബാണ്. ബി മസ്സക്കും, മസ്സക്കും എന്ന ഫീൽ കൊണ്ട് മൻസൂബായതാണ്. അല്ലെങ്കിൽ ഔ ബി അഫൽത്തും, അഫൽത്തും എന്ന ഫീൽ കൊണ്ട് മൻസൂബായതാണ്. രണ്ടഭിപ്രായം. ഇത് ലർഫു മഫ്ഊൽ ഫിഹിയാണ്, മസ്സക്കും എന്ന ഫീലിന്റേതാണ്. അല്ല, അഫൽത്തും എന്ന ഫീലിന്റെ മഫ്ഊൽ ഫിഹിയാണ്. അപ്പോൾ ഫീമ അഫൽത്തും, നിങ്ങൾ ഫീമ അഫൽത്തും ഫിഹി, ഏതൊന്നിലാണോ നിങ്ങൾ അനാവശ്യമായി തലയിട്ടത്, പ്രവേശിച്ചത്, ആ ഒന്നിന്റെ കാരണം കൊണ്ട് എപ്പോ നിങ്ങൾ പ്രവേശിച്ചു, ഇത് തലക്കൗനഹു ബി അൽസിനത്തിക്കും, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പരസ്പരം ഉദ്ധരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രവേശിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ നാവ് കൊണ്ട് പരസ്പരം ഉദ്ധരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അദാബത്തുമായിരുന്നു. അഫൽത്തും എന്നതിനോടാണ് ഒന്നുകൂടെ ലാഹിർ. വതഖൂലൂന ബി അഫ്വാഹിക്കും, നിങ്ങൾ പറയുകയും ചെയ്യുകയാണ്. ബി അഫ്വാഹിക്കും, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറയുകയും ചെയ്ത സമയത്ത് നിങ്ങൾ അനാവശ്യമായി അതിൽ ഇടപെടുകയാണ്. വതഖൂലൂന, നിങ്ങൾ പറയുകയും ചെയ്ത സമയത്ത്. ബി അഫ്വാഹിക്കും, നിങ്ങളുടെ വായകളെ കൊണ്ട് നിങ്ങൾ പറയുകയും ചെയ്യുന്നു. എന്ത് പറയുന്നു? മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ, നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. മാ ഒരു കാര്യം, ലൈസലക്കും നിങ്ങൾക്കില്ല, ബിഹി ആ കാര്യത്തെ ചൊല്ലി ഇൽമുൻ, ഇൽമില്ല, യഖീനില്ല, ഉറപ്പില്ല. നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ കേട്ടതിന്റെ പേരിൽ, ആരൊക്കെയോ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളത് പറഞ്ഞുകൊണ്ട് നടക്കുക. അതിന്റെ പേരിൽ നിങ്ങൾ അനാവശ്യമായിട്ട് ഈ വിഷയത്തിൽ പ്രവേശിച്ച കാരണം കൊണ്ട് നിങ്ങൾക്ക് അദാബ് എത്തുമായിരുന്നു. പക്ഷെ അള്ളാഹു തആല നിങ്ങൾക്ക് റഹ്മത്തും ഔദാര്യവും ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ട് ഇവിടുന്ന് മാത്രം അതിന്റെ ശിക്ഷ നൽകി. ആഖിറത്തിൽ നിങ്ങൾക്ക് അള്ളാഹു തആല ശിക്ഷ നൽകുന്നില്ല. വതഹ്സബൂനഹു, നിങ്ങൾ അതിനെ വിചാരിക്കുന്നത് ഹയ്യിനൻ, നിസ്സാരമാണ്, അതൊക്കെ നിസ്സാരമായ കാര്യമാണ്. ലാ ഇസ്മ ഫീഹി, അതിലൊന്നും കുറ്റമുണ്ടാവില്ല എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എന്നാൽ വഹുവ ഇൻദല്ലാഹി അലീം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ അലീമുൻ, വളരെ ഗൗരവപ്പെട്ടതാണ്. ഫിൽ ഇസ്മി, കുറ്റത്തിന്റെ വിഷയത്തിൽ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ഇതൊക്കെ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആയിഷ ബീവിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതാണെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് സോഷ്യൽ മീഡിയകളിലൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴേക്ക് അത് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുക, അത് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുക, നമ്മളത് വിശ്വസിക്കുക, അതൊക്കെ നിസ്സാരമായ കാര്യം. നമ്മളതൊന്നൊരു വിഷയമാക്കാറേ ഇല്ല. തഹ്സബൂനഹു ഹയ്യിനൻ, ഇതൊക്കെ നിസ്സാര കാര്യമായിട്ട്, സർവ്വസാധാരണ കാര്യമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, ഷെയർ ചെയ്യുന്നു. ഇതൊക്കെ സാധാരണ സംഭവമാണ്, നിസ്സാരമായി നമ്മൾ കാണുന്നു. പക്ഷെ അള്ളാഹ് പറയുന്നു വഹുവ ഇൻദല്ലാഹി അദീം. അപ്പോ കേട്ടിട്ടൊന്നും ഒന്നും പറയരുത്. ഉറപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം പറയേണ്ടതാണെങ്കിൽ പറയുക. ഉറപ്പുണ്ട് എന്ന് കരുതിയിട്ട് ഉറപ്പായിട്ടും നടന്ന സംഭവമാണെന്ന് നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിലും എല്ലാം എല്ലാവരിലേക്കും ഷെയർ ചെയ്യേണ്ട കാര്യമില്ല, പറയേണ്ടതില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ, നന്മയുള്ളത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. വീണ്ടും അല്ലാഹു തആല ആക്ഷേപിക്കുകയാണ്, തോബീഖ് നടത്തുകയാണ്. വലൗല ഇത് സമീഅതുമൂഹു, എന്തുകൊണ്ട് ഇത് സമീഅതുമൂഹു, നിങ്ങൾ കേട്ട സമയത്ത്, ലൗല ഹല്ലയുടെ അർത്ഥത്തിനിക്ക്, തോബീഖിനിക്ക്, ഇത് ഹീനയുടെ അർത്ഥത്തിനിക്ക്. ലൗല ഇത് സമീഅതുമൂഹു, നിങ്ങൾ ആ സംഭവം കേട്ട സമയത്ത് എന്തുകൊണ്ട് കുൽത്തും നിങ്ങൾ പറഞ്ഞില്ല? മായകൂനുലന മായംബഗീലന, ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല, അന്നതകല്ലമ ബിഹാദ, ഈ വിഷയം സംസാരിക്കൽ ഒരിക്കലും നമ്മൾക്ക് യോജിച്ചതല്ല എന്ന് കേട്ട മാത്രയിൽ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? കേൾക്കുമ്പോൾ തന്നെ പറയണ്ടേ, നമ്മളിത് കണ്ടിട്ടില്ല, ഇവൻ പറയുന്നത് ശരിയാണോ അല്ലേ നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് നിങ്ങൾ പറയണ്ടേ? എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? മാത്രമല്ല സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അലീം, സുബ്ഹാനക എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെട്ടുകൊണ്ട് മൂക്കത്ത് വിരൽ വെച്ചിട്ട് പറയണ്ടേ? ഹാദാ ബുഹ്താനുൻ അലീം, സുബ്ഹാനക, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഹുവ ലിത്തഅജ്ജുബി ഹുന,
ഇവിടെ ഇത് തഅജ്ജുബിനിക്ക്, ആശ്ചര്യത്തിനിക്ക്. അള്ളാഹു താല ആശ്ചര്യപ്പെടുത്തുകയാണ്, തഅജീബാണ് ഇവിടെ. അള്ളാഹു താല നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. നിങ്ങൾ അത്ഭുതപ്പെടേണ്ടത് കേൾക്കുമ്പോഴേക്ക്. എന്നിട്ട് നിങ്ങൾ പറയണ്ടേ, നമുക്കൊരിക്കലും ഇത് സംസാരിക്കാൻ, ഇതിനെക്കുറിച്ച് മിണ്ടാൻ നമുക്ക് അധികാരമില്ല, ഒരിക്കലും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോട് യോജിച്ചതല്ല. ഹാദ, ഈ കേൾക്കുന്നത് ബുഹ്താനുൻ അലീമുൻ, കല്ല് വെച്ച കളവാണ്, പച്ചക്കള്ളമാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? നിങ്ങളത് പറയണ്ടേ, കേൾക്കുമ്പോൾ തന്നെ പറയണ്ടേ. ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? മഹദി ആയിഷ ബീവിയെ കുറിച്ച്. ആയിഷ ബീവി ആരാ? എന്റെ ഹബീബിന്റെ, എന്റെ റസൂലിന്റെ ഭാര്യയല്ലേ ആയിഷ ബീവി? ആയിഷ ബീവിയെ നബി തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നതിന് മുൻപ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ നബിയിലേക്ക് പറഞ്ഞയച്ച് ആയിഷ ബീവിയുടെ ചിത്രം സുന്ദരമായ ഒരു പട്ടിൽ പൊതിഞ്ഞ് ആ ചിത്രം കൊണ്ടുപോയി ജിബ്രീലിനെ കൊണ്ട് നബി തങ്ങൾക്ക് കാണിച്ചു കൊടുത്ത്, ജിബ്രീൽ മുഖാന്തരം ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഇത് അങ്ങേക്ക് ഭാര്യയായിട്ട് വരാനുള്ള സ്ത്രീയാണ് എന്ന് കാണിച്ചു കൊടുത്തിട്ടില്ലേ? അങ്ങനെ ചിത്രങ്ങളൊക്കെ ഞാൻ നേരിട്ട് ജിബ്രീൽ മുഖേന നബി തങ്ങൾക്ക് കാണിച്ചു കൊടുത്ത് എന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ഞാൻ കെട്ടിച്ചു കൊടുത്തതല്ലേ ആയിഷ ബീവിയെ നബി തങ്ങൾക്ക്? എന്റെ ഹബീബായ നബി തങ്ങൾക്ക് ഇങ്ങനെ അന്യപുരുഷന്മാരുടെ കൂടെ നടക്കുകയും അന്യപുരുഷന്മാരുടെ കൂടെ കിടപ്പറ പങ്കിടുകയും ചെയ്യുന്ന അശ്ലീലന്മാരായ വേശ്യകളായ ആളുകളെ ഞാൻ ഭാര്യയായിട്ട് വെച്ചു കൊടുക്കുവോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കണ്ടേ? എന്തുകൊണ്ട് നിങ്ങൾ അതൊന്നും ചിന്തിച്ചില്ല? എന്നിട്ട് സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അലീം, സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. ഹാദാ ബുഹ്താനുൻ അലീം, ഇത് കല്ല് വെച്ച നുണയാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? എന്റെ ഹബീബിന്റെ ഭാര്യയെ കുറിച്ചല്ലേ ആരോപണം നിങ്ങൾ കേട്ടത്? കേട്ട മാത്രമല്ല നിങ്ങൾ വിശ്വസിക്കുകയാണോ എന്ന് അല്ലാഹു തആല അതികഠിനമായ രീതിയിൽ ഈ ഉസ്ബത്തിനെ ഭീഷണിപ്പെടുത്തുകയാണ്, ആക്ഷേപിക്കുകയാണ്. യഇദുകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങളെ ഉപദേശിക്കുകയാണ്. യൻഹാകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങളെ തടയുകയാണ്. യഇദുകുമുല്ലാഹ് എന്നതിന്റെ അർത്ഥം ഇവിടെ യൻഹാകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങളെ നഹി ചെയ്യുകയാണ്, വിരോധിക്കുകയാണ്. അൻ തഊദു, നിങ്ങൾ മടങ്ങലിനെ തൊട്ട്, ലിമിസ്ലിഹി, ഇതുപോലത്തെ കാര്യങ്ങളിലേക്ക് മടങ്ങലിനെ തൊട്ട് അല്ലാഹു തആല നിങ്ങളെ തടയുകയാണ്. ഇങ്ങനെ കടുത്ത ഭാഷയിൽ അല്ലാഹു തആല ഞാൻ സംസാരിക്കുന്നത്, അല്ലാഹു പറയുക, അല്ലാഹു തആല സംസാരിക്കുന്നത് മേലിൽ ഇതുപോലത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങലിനെ തൊട്ട് അല്ലാഹു തആല നിങ്ങളെ തടയുകയാണ്, മടങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. അൻ തഊദു, നിങ്ങൾ മടങ്ങാതിരിക്കാൻ മടങ്ങലിനെ തൊട്ട് അല്ലാഹു തആല തടയുകയാണ്. എന്തിലേക്ക് മടങ്ങാൻ? ലിമിസ്ലിഹി, ഇതുപോലത്തതിലേക്ക്, അബദൻ, മേലാൽ, ഒരു കാലത്തും നിങ്ങൾ ഇതുപോലത്തെ സംഭവങ്ങളിലേക്ക് മടങ്ങലിനെ തൊട്ട് അല്ലാഹു തആല നിങ്ങളെ ഉപദേശിച്ച് തടയുകയാണ്. ഇൻ കുന്തും മുഅ്മിനീന, നിങ്ങൾ മുഅ്മിനീങ്ങളാണ്, ആ ഉപദേശം സ്വീകരിക്കുന്നവരുമാണ്, അള്ളാഹുവിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങളാണെങ്കിൽ, തത്തഇദൂന ബിദാലിക്, നിങ്ങൾ അല്ലാഹു തആല ഉപദേശിക്കുന്ന ഈ ഉപദേശം കൊണ്ട്, ബിദാലിക് ഈ ഉപദേശം കൊണ്ട്, തത്തഇദൂന, ഉപദേശം സ്വീകരിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. വയുബയ്യിനുല്ലാഹു ലക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് വ്യക്തമാക്കി തരും, അൽ ആയാത്തി, അല്ലാഹു തആലാന്റെ ആയത്തുകൾ, ഫിൽ അംരി വൻ നഹി, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന കൽപ്പനയിലും എന്തെല്ലാം ചെയ്തുകൂടാ എന്ന വിരോധനയിലുമുള്ള അല്ലാഹു തആലാന്റെ ആയത്തുകൾ അല്ലാഹു തആല ഇനിയും നിങ്ങൾക്ക് വെളിവാക്കി തരും. വല്ലാഹു അലീമുൻ, അല്ലാഹു തആല അറിയുന്നവനാണ്, ശരിക്കറിയുന്നവനാണ്, ഫീമാ യഅ്മുറു ബിഹി വയൻഹാ അൻഹു, അല്ലാഹു തആല ഏതെല്ലാം കാര്യങ്ങളാണോ കൽപ്പിക്കുന്നത്, ഏതെല്ലാം കാര്യത്തെ തൊട്ടാണോ വിരോധിക്കുന്നത്, ആ കാര്യങ്ങളെ കുറിച്ചെല്ലാം അല്ലാഹു തആലക്ക് ശരിക്ക് അറിവുണ്ട്, വ്യക്തമായ ധാരണയുണ്ട്. ഹകീമുൻ ഫീഹി, ആ കാര്യങ്ങളെല്ലാം വലിയ ഹിക്മത്തും തത്വജ്ഞാനിയുമാണ് അല്ലാഹു തആല, വലിയ തന്ത്രജ്ഞനാണ് അല്ലാഹു തആല. ചില കാര്യങ്ങൾ കൽപ്പിച്ചതിലും അല്ലാഹു തആലക്ക് ആ കൽപ്പിച്ചതിന്റെ പിന്നിൽ വലിയ ഹിക്മത്തുണ്ട്. പല കാര്യങ്ങളും അല്ലാഹു തആല നഹി ചെയ്തിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട്. ആ വിരോധിച്ച കാര്യങ്ങളിലും വിരോധിക്കുന്നതിലും അല്ലാഹു തആലക്ക് വലിയ ഹിക്മത്തുകളുണ്ട്. അതൊക്കെ ശരിക്കും അറിയുന്നവനാണ് അല്ലാഹു തആല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളിലേക്ക് മടങ്ങരുത് എന്ന് അല്ലാഹു തആല നിങ്ങളെ ഉപദേശിക്കുകയാണ്. അല്ലാഹു തആല പല കാര്യങ്ങളും അല്ലാഹു തആല നഹി ചെയ്തിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട്. ആ വിരോധിച്ച കാര്യങ്ങളിലും വിരോധിക്കുന്നതിലും അല്ലാഹു തആലക്ക് വലിയ ഹിക്മത്തുകളുണ്ട്. അതൊക്കെ ശരിക്കും അറിയുന്നവനാണ് അല്ലാഹു തആല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളിലേക്ക് മടങ്ങരുത് എന്ന് അല്ലാഹു തആല നിങ്ങളെ ഉപദേശിക്കുകയാണ്. അല്ലാഹു തആല തൗബീഖ് അവസാനിപ്പിച്ചിട്ടില്ല, ഇനിയും പറയുകയാണ്, ഇന്നല്ലദീന യുഹിബ്ബൂന. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.